നമ്മുടെ ദാമുവണ്ണൻ ഒരു പഴയ ടൈപ്പ് മനുഷ്യനാണ്. സ്മാർട്ട്ഫോണൊക്കെ കയ്യിലുണ്ടെങ്കിലും പുള്ളിക്ക് ഇപ്പോഴും വഴി ചോദിക്കാൻ ചായക്കടക്കാരെയാണ് വിശ്വാസം. പക്ഷേ മകൻ നിർബന്ധിച്ചപ്പോൾ സിറ്റിയിലുള്ള ഒരു കല്യാണത്തിന് പോകാൻ ദാമുവണ്ണൻ ആദ്യമായി ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തു. കല്യാണ വീട്ടിലേക്കുള്ള വഴിയിൽ ദാമുവണ്ണനും കൂടെ അളിയൻ പവിത്രനും കൂപ്പർ കാറിൽ പഴയ മാരുതി 800 യാത്ര തുടങ്ങുന്നു. ഗൂഗിൾ മാപ്പ് സ്ത്രീ ശബ്ദം. ഇനി 200 മീറ്റർ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയുക. ദാമുവണ്ണൻ: ഇതാര്? ഈ പെണ്ണ് എവിടുന്ന് വന്നു? പവിത്ര: ഇതാരാ ഈ കാറിനുള്ളിലിരുന്ന് ആജ്ഞാപിക്കുന്നത്? പവിത്രൻ: അതൊക്കെ മാപ്പിലെ പെണ്ണാണ് ദാമുണ്ണ, നിങ്ങൾ വണ്ടി വിട്. കുറച്ചു കഴിഞ്ഞപ്പോൾ മാപ്പ് പറഞ്ഞു. റീറൂട്ടിംഗ്. വലത്തോട്ട് തിരിയുക. ദാമുവണ്ണൻ നോക്കുമ്പോൾ വലത്തോട്ട് ഒരു ചെറിയ ഇടവഴിയാണ്. കാർ പോകാൻ കഷ്ടി സ്ഥലം മാത്രം. പക്ഷേ മാപ്പ് പറഞ്ഞതല്ലേ. ദാമുവണ്ണൻ വണ്ടി അങ്ങോട്ട് തിരിച്ചു. കുറച്ചു പോയപ്പോൾ വഴി തീർന്നു. മുന്നിൽ ഒരു വലിയ തോട്ടം. മാപ്പ്: നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ദാമുവണ്ണൻ: എന്ത് ലക്ഷ്യസ്ഥാനത്തോ? ഇവിടെ ഒരു തെങ്ങും പശുവുമല്ലാതെ ഒരു പന്തലും കാണാനില്ലല്ലോ. ദാമുവണ്ണൻ ദേഷ്യം വന്ന് ഫോൺ കയ്യിലെടുത്തു നോക്കി. അവിടെ ഒരു ചേട്ടൻ തെങ്ങു ചീളുന്നു. ദാമുവണ്ണൻ: അല്ല ചേട്ടാ, രാഘവന്റെ കല്യാണ വീട് ഇതാണോ? ചേട്ടൻ: ഏയ്, ഇത് എന്റെ തെങ്ങിൻപുരയിടമാണ്. രാഘവന്റെ വീട് അപ്പുറത്തെ കവലയിലാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ദാമുവണ്ണൻ മാപ്പിനെ നോക്കി. ഇവൾ പറഞ്ഞു ഇതാണ് സ്ഥലമെന്ന്. ഏടീ, നീ എന്തിനാ എന്നെ ഈ തോട്ടത്തിൽ കൊണ്ടുവന്നത്? പെട്ടെന്ന് ഫോണിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നു. ടിങ്. ദാമുവണ്ണൻ: പവിത്ര, നോക്കിക്കേ. അവൾ എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നു. റീറൂട്ടിംഗ് പോലും. എന്നെ തെറ്റായ വഴിയിൽ വിട്ടിട്ട് അവൾക്ക് ഒരു കുലുക്കവുമില്ല. ദാമുവണ്ണൻ സഹികെട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എന്നിട്ട് അടുത്ത കണ്ട ചായക്കടയിൽ വണ്ടി നിർത്തി. ദാമുവണ്ണൻ: അല്ല മോനെ, ആ രാഘവന്റെ വീട് എവിടെയാ? ചായക്കടക്കാരൻ: അയ്യോ ചേട്ടാ, ആ കാണുന്ന വലിയ ആൽമരത്തിന്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് പോയാൽ മതി. അല്ലാതെ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ നിങ്ങൾ ഇവിടുത്തെ പുഴയിൽ ചെന്ന് ചാടും. ദാമുവണ്ണൻ പവിത്രനെ നോക്കി പറഞ്ഞു. കണ്ടോ പവിത്ര, ഈ മാപ്പിലെ പെണ്ണിനേക്കാൾ വിവരം ഈ പരിപ്പുവട ഉണ്ടാക്കുന്ന ചെക്കനാ. അന്നുമുതൽ ദാമുവണ്ണൻ എവിടെ പോകുമ്പോഴും ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യും. പക്ഷെ അവൾ പറയുന്നത് കേൾക്കില്ല. പകരം ഇടയ്ക്കിടെ ഫോണിനോട് പറയും. നീ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നോ, എനിക്കറിയാം എങ്ങോട്ടാ പോകേണ്ടതെന്ന്.